യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇനി അതങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറഞ്ഞാ അത് സുമംഗല തങ്കച്ചിയല്ലേ? അതെ, സുമംഗല തങ്കച്ചി തന്നെ. എന്നെ പുറത്താക്കുമെന്ന് വെല്ലുവിളിച്ച ചേച്ചിയെ അതിനു മുമ്പ് അകത്താക്കാനുള്ളൊരു മാസ്റ്റർ പ്ലാൻ. നമസ്കാരം. ഇത് സാറേ, സാറിന് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാലോ. ഉണ്ണിയേട്ടൻ സ്വന്തം കുടുംബം നോക്കാതെ ഇവന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വന്നപ്പോഴാ എന്റെ മോൻ കുറച്ച് ചീത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് പെട്ടത്. അങ്ങേർക്ക് സകല നേരവും അനന്തരോളമാരുടെ പിന്നാലെ നടക്കാനേ നേരമുള്ളൂ. ഇവനാണെങ്കി നല്ലോണം പഠിക്കുമായിരുന്നു. സ്കൂളിലൊക്കെ എല്ലാരും പറയും മിടുക്കനാന്ന്. സാറന്മാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എന്റെ മോന്. പക്ഷേ അങ്ങേര് കേട്ടില്ല. അവനെ നിർബന്ധിച്ച് ITക്ക് പറഞ്ഞു വിട്ടു. അവിടെ വെച്ചാ അവന് കൂട്ടുകെട്ടും വഷളത്തരവും ഒക്കെ തുടങ്ങിയത്. പറഞ്ഞു തിരുത്താൻ അവന്റെ അച്ഛന് നേരമില്ലാതായിപ്പോയി. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇവനെ അങ്ങേർക്ക് ഇഷ്ടമല്ല സാറേ. എന്തു പറഞ്ഞാലും സാധിച്ചു കൊടുക്കേയില്ല. ആ ദർശന എന്റെ മോനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് നടക്കുക സാറേ. ഇവന്റെ സ്വന്തം മുറപ്പെണ്ണല്ലേ. ഇവൻ അവളെ ഇഷ്ടപ്പെട്ടു പോയി. അതൊരു തെറ്റാണോ സാറേ? അവൾക്ക് ഇവനെ കണ്ണെടുത്താ കണ്ടൂടാ. ദേ, ഇവൻ എന്താ ഒരു കുറവ്? സുന്ദരനല്ലേ? ഇവന് പിന്നെ കുറച്ച് തൊലിവെളുപ്പുണ്ടായി പോയി. അവക്ക് വേണ്ടത് കാശ് മാത്രമാ. അതുകൊണ്ടല്ലേ വൃത്തി മെനയില്ലാത്ത ഒരുത്തനെ കിട്ടിയത്. അവൾക്കേ അവന്റെ കാശ് മതി. അത് അവൾ എന്നോട് പണ്ടേ പറഞ്ഞതാ. അവളൊരു കോടീശ്വരനെ മാത്രമേ കെട്ടത്തുള്ളൂന്ന്. അങ്ങനെ തേടി നടത്ത് കണ്ടുപിടിച്ചതാ രൂപേഷിനെ. അവള് പറയുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നാ. എന്റെ സാറേ, ആൺപിള്ളേരാകുമ്പോ കുറച്ച് കുസൃതികളൊക്കെ കാണിച്ചെന്നിരിക്കും. അങ്ങനെ എന്തോ കുറുമ്പ് കാണിച്ചെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. അമ്പലത്തിൽ വെച്ച് സുമംഗല മാഡം ഭഗവതിയെ പോലെ വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറയുന്നത് നോണയാ സാറേ. അവരുടെ വീടും കമ്പനിയൊക്കെ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്നതാ. സുമംഗല മാഡം അമ്പലത്തിൽ വരുന്ന സമയം നോക്കി കാത്തിരുന്ന് കണ്ടുപിടിച്ച് കൂടെ കൂടിയതാ. ഞങ്ങളോട് പറഞ്ഞത് കല്യാണം കഴിഞ്ഞാലുടൻ ഇവന് കമ്പനിയില് ജോലി വാങ്ങിക്കൊടുക്കുമെന്നാ. കാര്യം കഴിഞ്ഞപ്പോ അവള് കൈ മലർത്തി കാണിക്കാ സാറേ. അവള് പറഞ്ഞില്ല പോലും. എന്റെ സാറേ, സാറല്ലേ ചിട്ടി കമ്പനിയൊക്കെ നോക്കി നടത്തുന്നത്. ആ വീട്ടില് ആകെ മനുഷ്യപ്പറ്റുള്ളത് സാറിന് മാത്രമാ. സാർ ഒന്ന് സഹായിക്കണം. ഇവനെ കൈ പിടിച്ച് കേറ്റണം. അമ്മ പറഞ്ഞതെല്ലാം ശരിയാ. ഞാൻ എന്റെ വൃത്തികെട്ട സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ചു. കൂട്ടുകെട്ടുകളെല്ലാം അവസാനിപ്പിച്ചു. എന്നെ ഒന്ന് സഹായിക്കണം. ഇനി ഒരു തെറ്റും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. മര്യാദയ്ക്ക് സാറിന്റെ കൂടെ അനുസരണയോടെ നിന്നോളാം. അച്ഛനോട് പറഞ്ഞു മടുത്തു. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, സുമംഗല മേഡം കേൾക്കും. പറയില്ലെന്ന് വാശി പിടിച്ചപ്പോ എന്താ ചെയ്യുക? ഞാൻ ദർശനയോടൊന്ന് സംസാരിക്കട്ടെ. അവൾ എന്തു പറയുന്നു നോക്കട്ടെ. അവൾ കേട്ടില്ലെങ്കിൽ പിന്നെ ഏടത്തിയോട് സംസാരിക്കാം.
പക്ഷേ ഒരു കാര്യം, മര്യാദയ്ക്ക് നോക്കിയും കണ്ടുമൊക്കെ നിന്നോണം. പിന്നെ കയറിക്കഴിഞ്ഞിട്ട് നിന്റെ തനിക്കോണം കാണിക്കരുത്. നമ്മുടെ അല്ല, എൻ്റെ ഒരാളായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഉറപ്പ് സാറേ, ഇവന്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയാം. ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തിയാലേ എനിക്കും ഗുണമുള്ളൂ. ആ, അങ്ങേരെന്നെ നോക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. സാറ് പറയുന്നത് പോലെ ഞാൻ കേട്ടോളാം. ഒരവസരം. കോളേജിൽ ചേർന്ന് പഠിക്കണോ ജോലിക്ക് പോണോന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഒരു സ്ഥിര വരുമാനം നല്ലത് തന്നെയാ. എന്താ അനിയത്തിയും ചേച്ചിയും കൂടെ ഒരു ഗൂഢാലോചന? വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നിയുക്ത ചെയർമാന്റെ ഭാര്യയല്ലേ? ഒരുപാട് ചിന്തിക്കാനോ ആലോചിക്കാനോ ഒക്കെ കാണും. നമുക്ക് നമ്മുടെ കമ്പനിയിൽ അഞ്ജനയ്ക്ക് കൂടി ഒരു പോസ്റ്റ് കൊടുത്താലോ? അഞ്ജനയും ചേച്ചിയെ പോലെ മിടുക്കിയാവട്ടെ. രവി സാറിന് എന്തോ മിഥ്യാധാരണകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. സുമംഗലാമ്മ ഒരു അമ്മ എന്ന നിലയിൽ മകനെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ ഒരു നിർദ്ദേശം പറഞ്ഞു എന്നല്ലാതെ ഞാനും രൂപേഷ് ചേട്ടനും അതിന് സമ്മതം മൂളിയിട്ടൊന്നുമില്ല. അറിയാലോ ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രശ്നക്കാരെയൊക്കെ. ഞാൻ എന്തൊക്കെയോ നേടാനും ഭരിക്കാനും ഒക്കെയാ രൂപേഷ് ചേട്ടന്റെ ഭാര്യയായിട്ട് വന്നതെന്നൊക്കെയാ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ കൊച്ചമ്മമാരെ. യതി സാറും ആ ധാരണയിലാണല്ലോ എന്നോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതും കൂടെ നിൽക്കുന്നതും. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ദർശനോടൊപ്പം നിൽക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. പിന്നെ കമ്പനി ഏറ്റെടുക്കാനും നന്നായി നടത്തിക്കൊണ്ടുപോകാനും ദർശനയ്ക്ക് കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതിന്റെ പേരിൽ ദർശന എന്തിനാ ഒഴിഞ്ഞു മാറുന്നത്? ഏട്ടത്തി പുതിയ ചെയർമാനായി ദർശനെ പറയുമെന്നാ ഞാൻ വിചാരിച്ചത്. പിന്നെ രൂപേഷിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. പവിത്രനാണ് ഇപ്പോൾ VGC കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. 7 കൊല്ലം കൊണ്ട് കമ്പനിയേക്കാൾ ആസ്തി അവൻ സമ്പാദിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് എടുത്ത കാശുകൊണ്ട് ഒരു ഐസ് ഫാക്ടറി തുടങ്ങി. നാഗർകോവിൽ ബൈപ്പാസ് റോഡിൽ കാറ്റാടി യന്ത്രം വിൻമില്ല് സ്വന്തമാക്കി. അതൊരെണ്ണം സ്ഥാപിക്കാൻ എത്ര കോടി വേണമെന്നാ ദർശനക്കറിയോ? എനിക്കതൊന്നും അറിയണമെന്നില്ല. ആരെയും ഒഴിവാക്കാനോ ദ്രോഹിക്കാനോ എനിക്ക് ഉദ്ദേശവുമില്ല. രൂപേഷ് ചേട്ടന് ഒരു കമ്പനി ഭരിക്കാനോ നിയന്ത്രിക്കാനോ ഉള്ള യോഗ്യതയോ കഴിവോ ഇല്ലെന്ന് എനിക്കറിയാം. സുമംഗലാമ്മയെ പോലെ ഇവിടെ ചെയർമാൻ സ്ഥാനം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ രൂപേഷ് ചേട്ടനെ പ്രതിഷ്ഠിക്കാനും എനിക്ക് ഉദ്ദേശമില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, ദർശന ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കണമെന്ന്. MD പോസ്റ്റിലിരുന്ന് കോടികൾ ഉണ്ടാക്കിയ പവിത്രനെ ഇനിയും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാലുള്ള അപകടം ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വന്നത് അതിനൊന്നുമല്ല, ഒരു പ്രത്യേക കാര്യം പറയാനാ. മിത്രമാക്കി കൂടെ നിർത്തി ശത്രുക്കളെ ഒരുക്കുന്ന ഒരു രീതി കൗടില്യ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ തരുണില്ലേ, അവൻ എന്നെ വന്ന് കണ്ടിരുന്നു. അവനെല്ലാ ചീത്ത സ്വഭാവങ്ങളും ഉപേക്ഷിച്ച് ഇനിയുള്ള കാലം നല്ലവനായി ജീവിക്കാൻ തീരുമാനിച്ചു എന്നാണ് അവൻ പറയുന്നത്. ഒരു സ്ഥിര വരുമാനമില്ലാത്തതുകൊണ്ടും കുറെ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടതുകൊണ്ടുമാ അവനിങ്ങനെ ആയിപ്പോയതെന്നും പറഞ്ഞു. എല്ലാം മതിയാക്കി ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ അവൻ തയ്യാറാണെങ്കിൽ
നമുക്ക് അവനൊരവസരം കൊടുത്തൂടെ? എന്താ എന്റെ അഞ്ജനയെ അവന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറയാനാണോ രാവിലെ ഒരുങ്ങി വന്നത്? പതിവില്ലാതെയുള്ള ഇങ്ങോട്ടുള്ള വരവും ചുറ്റുകെട്ടിയുള്ള സംസാരം കേട്ടപ്പോ എനിക്ക് തോന്നി എന്തോ കാര്യസാധ്യത്തിനാണെന്ന്.